വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ 7-ാം പുസ്തകമാണ് ന്യായാധിപന്മാർ. ജോഷുവയുടെ മരണത്തിന് ശേഷം സാവൂളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ. ഒത്നിയേൽ, യേഹൂദ്, ഷംഗർ, ദബോറ, ബാറക്, ഗിദയോൻ, തോല, ജായിർ, ജഫ്ത, ഇബ്സാൻ, ഏലോൺ, അബ്ദോൻ, സാംസൺ എന്നിങ്ങനെ ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച 12 നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം. BC 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയാണ് ഇവരുടെ പ്രവർത്തനകാലം. ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു. ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 3 ഭാഗങ്ങളായി തിരിക്കാം. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം 6-ാം തിരുവചനം വരെ ജോഷുവയുടെ കാലശേഷം കാനാൻ ദേശത്തിൻ്റെ സ്ഥിതി. 3-ാം അധ്യായം 7-ാം തിരുവചനം മുതൽ 16-ാം അധ്യായം വരെ ന്യായാധിപന്മാരുടെ ചരിത്രം. 17 മുതൽ 21 വരെ ദാൻ, ബെഞ്ചമിൻ ഗോത്രങ്ങളുടെ ചരിത്രവും വിവരിക്കുന്നു. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ ദേശത്തെ വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആര് പോകണമെന്ന ചോദ്യത്തിന് കർത്താവ് യൂദ ആദ്യം പോകട്ടെ എന്ന് ഉത്തരം നൽകി. അവർ കനാന്യരെയും പെരീസിലെയും പരാജയപ്പെടുത്തി. അതിനുശേഷം അവർ ജെറൂസലേമിനെതിരെ യുദ്ധം ചെയ്തു, അവരെ തോൽപ്പിച്ചു. കാലെബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേൽ ദബീർ ദേശം പിടിച്ചടക്കി. കർത്താവ് യൂദായുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നീ സ്ഥലങ്ങളും അവർ പിടിച്ചെടുത്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.